വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവാണല്ലോ മൊബൈൽ ഫോൺ രൂപത്തിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന്റെ കൈവശം ഉള്ളത്. ഈ ഫോൺ കൈക്കലാക്കിയത് ഉൾപ്പെടെ എന്തൊക്കെ കണ്ടെത്തലുകളാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്? ഇയാൾ മൗനം തുടരുന്നതിനാൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയുണ്ടോ? രതീഷ്, സംസ്ഥാന ക്രൈംബ്രാഞ്ചാണ് നിലവിൽ ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്. അതിൻ്റെ കോട്ടയം യൂണിറ്റാണ് നിലവിൽ ഇപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആദ്യഘട്ടത്തിൽ ഏറ്റുമാനൂർ പോലീസാണ് കേസ് അന്വേഷിച്ചത്. പക്ഷേ കാര്യമായ രീതിയിലുള്ള തുമ്പൊന്നും തന്നെ അന്വേഷണത്തിലുണ്ടായില്ല. അതിനുശേഷമാണ് ഈ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നത്. എന്തായാലും നിലവിൽ ഈ പോലീസിൻ്റെ ഈ ക്രൈംബ്രാഞ്ചിൻ്റെ സ്ഥിരീകരണം എന്ന് പറയുന്നത്, പ്രാഥമികമായ നിഗമനം എന്ന് പറയുന്നത്, ഈ കേസിലെ പ്രതി എന്ന് പറയുന്നത് അത് ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യൻ തന്നെയാണ് എന്നൊരു സ്ഥിരീകരണമാണ് നിലവിൽ ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. അതേസമയത്ത് തന്നെ ഈ ജൈനമ്മയുടേതാണോ ഈ ഇന്നലെ കിട്ടിയ ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ തെളിയണമെങ്കിൽ അതിനെ ശാസ്ത്രീയമായ രീതിയിലുള്ള പ്രത്യേകിച്ച് DNA പരിശോധന ഫലം ഉൾപ്പെടെയുള്ളവ നടത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ജൈനമ്മയുടെ സഹോദരിയുടെയും DNA ടെസ്റ്റ് സാമ്പിളുകൾ ഇന്ന് ശേഖരിക്കും. അതിനുശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ട് അന്തിമമായ ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുകയുള്ളൂ. പക്ഷേ ഈ കേസിലെ ഒരു നിർണായകമെന്ന് പറയുന്നത് രതീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നിലവിൽ ഇപ്പോൾ തിരോധാനം എന്ന് പറയാൻ കഴിയുന്ന ഈ ജൈനമ്മയുടെ മൊബൈൽ ഫോൺ അത് ഈ ജൈനമ്മയെ കാണാനില്ല എന്ന് പരാതി കൊടുത്തതിന് ശേഷം 2-3 തവണ അത് ഓണായിട്ടുണ്ട്. അത് പലതവണ ഓണാകുന്നത് അതിൽ 1-2 തവണ അത് പള്ളിപ്പുറം കേന്ദ്രീകരിച്ചായിരുന്നു ലൊക്കേഷൻ ഓണായത്. മറ്റൊരു തവണ അത് ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ചായിരുന്നു. ഈരാറ്റുപേട്ടയിൽ ഒരിക്കൽ വെച്ച് ഒരു കടയിൽ വെച്ച് ഈ മൊബൈൽ ഫോൺ അത് ഓണാവുകയും അവിടെ വെച്ച് ചാർജ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ച് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണമാണ് ഇപ്പോൾ ഈ സെബാസ്റ്റ്യനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കാരണം ഈ ഈരാറ്റുപേട്ടയിലെ കടയിൽ വെച്ച് ഈ ഫോൺ ചാർജ് ചെയ്യുന്നത് സെബാസ്റ്റ്യനാണ്. സ്വാഭാവികമായും അങ്ങനെയുള്ള അന്വേഷണമാണ് ഇപ്പോൾ സെബാസ്റ്റ്യൻ്റെ അടുക്കിലേക്ക് എത്തിയത്. പ്രത്യേകിച്ച് ഇന്നലെ ഈ സെബാസ്റ്റ്യൻ്റെ വീട് കേന്ദ്രീകരിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം ഈ വീടിൻ്റെ സമീപത്ത് നിന്ന് കിട്ടിയ രക്തക്കറ, അങ്ങനെ പലതരത്തിലുള്ള രക്തസാമ്പിളുകൾ ഒക്കെ തന്നെ കിട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഈ ചോദ്യം ചെയ്യലിൽ ഈ പ്രതിയായിട്ടുള്ള ഈ സെബാസ്റ്റ്യൻ നിസ്സഹകരണം ഇപ്പോഴും തുടരുകയാണ്. കാര്യമായ രീതിയിലൊന്നും തന്നെ വിട്ട് ക്രൈംബ്രാഞ്ചിനോട് പറയുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന് പങ്കുണ്ടോ? നേരത്തെ ഒരു പറഞ്ഞ 2002 മുതൽ കാണാനില്ല എന്ന് കരുതുന്ന ബിന്ദു പത്മനാഭൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന് ആദ്യഘട്ടത്തിലൊക്കെ തന്നെ അതിലെ പ്രതിയായിരുന്നു, ആരോപണ വിധേയനായിരുന്നു. പക്ഷേ തെളിവുകളും തന്നെ അന്ന് കിട്ടിയിരുന്നില്ല. ദുരൂഹതയാണ്. 2 തിരോധാനങ്ങളാണ്. ഒന്ന് കോട്ടയത്തു നിന്നുള്ള തിരോധാനം, മറ്റൊന്ന് ഈ സമീപത്ത് തന്നെ ചേർത്തലയ്ക്ക് സമീപത്തുള്ള ഒരു സ്ത്രീയുടെയും 2002 തിരോധാനവുമായി ബന്ധപ്പെട്ടുമൊക്കെ അന്വേഷണങ്ങൾ തുടരുകയാണ്. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിഗമനത്തിലേക്ക് ഉടൻ തന്നെ ക്രൈംബ്രാഞ്ച് സംഘം എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.